എല്ലാവർക്കും നമസ്കാരം. അബ്രാഹാമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ 33 എപ്പിസോഡിലൂടെ നമ്മൾ ഏകദേശം ഒന്ന് ഓടിച്ചു വന്നു. അവിടെ നമ്മൾ തുടങ്ങിയതറിയാം. അബ്രാഹാമിലൂടെയാണ് എന്ത് തുടങ്ങിയത്? ഇസ്രായേലിനെ രൂപീകരിക്കുവാൻ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വിളി ആരംഭിച്ചത് അബ്രാഹാമിലൂടെയാണ്. അപ്പോൾ ആ അബ്രാഹാമിലൂടെ തുടങ്ങി. നമ്മൾക്കറിയാം യാക്കോബിൻ്റെ 12 മക്കൾ, അബ്രാഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. യാക്കോബിലൂടെ എന്ത് സംഭവിച്ചു? യാക്കോബിന് 12 പുത്രന്മാർ. ആ 12 പുത്രന്മാരിലൂടെ 12 ഗോത്രങ്ങൾ ഉടലെടുത്തത് നമ്മൾ കണ്ടു. അവരെങ്ങോട്ട് പോയി? അവർ മിസ്രൈമിലോട്ട് പോയി. മിസ്രൈമിൽ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരവിടെ അടിമയായിത്തീർന്നു. മിസ്രൈമികൾക്ക് ഫറവോൻ അടിമയായിത്തീർന്നു. അവിടെ നിന്നും ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയിലൂടെ ദൈവം അവരെ രക്ഷിച്ചുകൊണ്ട് വന്ന് അവരെ കാനാൻ നമ്മുടെ ചെങ്കടൽ പിളർത്തി സീൻ മരുഭൂമിയിലൂടെ അവരെ വഴി നടത്തി എങ്ങോട്ട് കൊണ്ടുപോയി? അവരെ ദൈവം പറഞ്ഞ ആ ഒരു കനാൻ ദേശത്തേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ആ ഒരു ചരിത്രങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾക്കറിയാം അവർ വീണുപോയി, ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് വീണുപോയി. അപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ന്യായാധിപന്മാരെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചു. ഏറ്റവും ഒടുവിൽ യേശുക്രിസ്തു സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ വരെ ദൈവം അവർക്ക് വേണ്ടി അയച്ചു. പക്ഷേ യേശുക്രിസ്തു 3.5 വർഷക്കാലം അവരോട് സുവിശേഷം പറഞ്ഞു, പ്രസംഗിച്ചു. അതാരോടാണ് സംസാരിച്ചത്? യഹൂദന്മാരോടാണ് യേശുക്രിസ്തു സംസാരിച്ചത്. അങ്ങനെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 33.5 വയസ്സിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും അതിനുശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലോകം മുഴുവനുള്ള സകല ജാതികൾക്കും പുതിയ നിയമ ഇസ്രായേലാകുവാൻ, അല്ലെങ്കിൽ ദൈവമക്കളാകുവാൻ ദൈവം ഒരു അവസരം എല്ലാവർക്കും കൊടുത്തു. അതുവരെ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? യഹൂദന്മാർക്ക് മാത്രമായിരുന്നു രക്ഷ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം എന്ത് വന്നിരിക്കുകയാണ്? ജാതികൾക്ക് മുഴുവൻ, ലോകത്തിലുള്ള എല്ലാവർക്കും രക്ഷ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞത് ആരാന്ന് നിങ്ങളോട് ഞാൻ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ആരാണ്? യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും അവർ വിളിക്കുന്നത് ജാതികളെന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെയും കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരുമനസ്സായി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് സ്വയം കെട്ടിത്തൂങ്ങി ചത്തുപോയി, യൂദാസ്. ഓക്കെ, അതിനുശേഷം യേശുക്രിസ്തുവിന് 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 11 ശിഷ്യന്മാരെയും യേശുക്രിസ്തു ഇങ്ങനെ അവരുടെ അടുത്ത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ അടുത്ത് വന്ന് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരെങ്ങനെ ഉറപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകം മുഴുവനും പോയിട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. എന്താണ് സുവിശേഷം? ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളും യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയും എന്താണ് എന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ പറഞ്ഞു. അവരോട് അറിയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരോട് അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ അതിൽ ഇതൊക്കെ വിശ്വസിക്കുന്നവരോ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. എങ്ങനെ സ്നാനപ്പെടുത്തണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞത്. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കിടക്കുകയാണ്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നും അരുളി ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കാനും കൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു ഒരു കാര്യം കൂടി നിങ്ങളോടൊന്ന് ജസ്റ്റ് പറയട്ടെ. ഞാൻ ജനിച്ചു വളർന്നത് ജ്ഞാനായ കത്തോലിക്സിലാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞങ്ങളൊക്കെ ഈ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ മാമോദീസ മുക്കും. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ട് നമ്മളുടെ ഒരു ജീവിതയാത്ര തുടങ്ങുവാൻ നമ്മളെ മാമോദീസ മുക്കും. അപ്പോൾ ഈ മാമോദീസ മുക്കുമ്പോൾ ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, കൈക്കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇങ്ങനെ നമ്മുടെ ഒരു അപ്പനും അമ്മയല്ല എടുക്കുന്നത്, തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൽ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും കൂടെ നിർത്തും. എന്ന് വെച്ചാൽ പ്രായമായവരെ അവരെ നിർത്തി അവർ നമ്മളെ കൈകളിലെടുത്ത് നിർത്തും. എന്നിട്ട് അച്ഛൻ നമ്മുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ചിങ്ങനെ നമ്മളെ മാമോദീസ മുക്കും. എന്നിട്ട് അതിനകത്ത് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലും. ഓക്കെ, ആ വിശ്വാസ പ്രമാണമൊക്കെ നമ്മൾക്ക് വേണ്ടി ഏറ്റു പറയുന്നത് ആരാ? നമ്മുടെ അപ്പനും അമ്മയുമായിട്ട് നിൽക്കുന്ന, അതായത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നത്. കുഞ്ഞിനൊന്നും അറിഞ്ഞുകൂടല്ലോ. ഓക്കെ, അതിനുശേഷം നമ്മളെ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മളെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച് നമ്മൾ ഈ ക്രിസ്ത്യൻ വിശ്വാസം ഇങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ അവിടെയും ബൈബിൾ ഉണ്ട്. അപ്പോൾ ആ ബൈബിള് നമ്മൾ വായിക്കും, അത് നമ്മൾ പഠിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്തും ആ ബൈബിളിനകത്തും എന്തുണ്ട്?
ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെന്തക്കൊസ്തിലാണ്. അപ്പോൾ ഇപ്പോൾ പെന്തക്കൊസ്ത് എന്ന് പറഞ്ഞാൽ അതിന് പല വ്യാഖ്യാനങ്ങൾ ഇന്നുണ്ട്. പെന്തക്കൊസ്ത് ഒരു പ്രസ്ഥാനമാണ്, ജാതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. എന്നാൽ ആക്ച്വലി പെന്തക്കൊസ്ത് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. എന്ന് വെച്ചാൽ പെന്തക്കൊസ്ത് അനുഭവത്തിൽ വിശ്വസിക്കുന്നയാൾ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം. അതിന് മുന്നോട്ട് നമ്മളത് ചിന്തിക്കും. യേശുക്രിസ്തുവിൻ്റെ 11 ശിഷ്യന്മാരൊക്കെ കൂടെ ഒരു മാളിക മുറിയിൽ ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾക്കറിയാം അവർക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് പിതാവാം ദൈവത്തെ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക്, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഈ ശിഷ്യന്മാർ, അത് യേശുക്രിസ്തു അവരോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹായകൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ അവർ 11 പേരും വേറെ ആൾക്കാരൊക്കെ കൂടിയുണ്ട്. അവരെല്ലാവരും കൂടി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ഇടിമുഴക്കം ഉണ്ടാകുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വരികയും അതിനുശേഷം അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. ആ അനുഭവത്തെയാണ് പെന്തക്കൊസ്ത് അനുഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ അനുഭവത്തിൽ വിശ്വസിക്കുന്നവരാണ് ആക്ച്വലി പെന്തക്കൊസ്തുകാരുടെ കൂട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് പല 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 വ്യാഖ്യാനങ്ങൾ കൊടുത്ത് കുറേ കൾട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് വചനം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ബൈബിളും വായിച്ചിട്ടുണ്ട്. ഓക്കെ, പെന്തക്കൊസ്തുകാരുടെ ബൈബിളിൻ്റെ പേര് സത്യവേദ പുസ്തകം എന്ന അതും ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഈ ബൈബിളിൻ്റെ എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത്, ഏറ്റവും ആധികാരികമായ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു ബൈബിളിൻ്റെ ആദ്യത്തെ ഇതുണ്ട്. അതാണ് ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മൾക്കറിയാം അത് എന്താണെന്ന് വെച്ചാൽ കിങ് ജെയിംസ് എന്ന് പറയുന്ന ഒരു രാജാവ്, പുള്ളിയാണ് ഇതിൻ്റെ വിവർത്തനം ഉണ്ടാക്കിയത്. അതായത് നമ്മൾക്കറിയാം ഈ അന്നത്തെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ പല 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 എന്താ പറയുക, പല ഇതിലാണല്ലോ. അന്ന് ലിപി ഒന്നും ഇല്ലല്ലോ. അന്ന് ലിപി എന്ന് വെച്ചാൽ അന്ന് ഇതില്ലല്ലോ, നമ്മുടെ ഇന്നത്തെ പല കമ്പ്യൂട്ടറിൽ അടിക്കാനോ അച്ചടി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവർ പല പല താളിയോലകളിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അവരിങ്ങനെ എഴുതി വെച്ചത് ഒക്കെ കൂടെ ഇങ്ങനെ അവരെന്ത് ചെയ്തു, അതെല്ലാം കൂട്ടിയെടുത്ത് ഇങ്ങനെ ഈ രാജാവ് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വായിക്കാൻ കൊടുത്തു. കുറേ ആൾ, അതായത് 70 പേരെ ഇങ്ങനെ പല 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 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു വിട്ടു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനകത്തും വന്നപ്പോൾ ഇത് ഏറ്റവും ഒരു ഗ്രൂപ്പിനകത്ത് എന്ന് വെച്ചാൽ 70 പേരും 70 പേരും ഒരുപോലെ വ്യാഖ്യാനിച്ച ആ ഒരു ചരിത്രമാണ്, ആ ഒരു ചരിത്ര പുസ്തകമാണ് പിന്നീട് കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും ആധികാരികമായ ഒരു ബൈബിൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്, കിങ് ജെയിംസ് വേർഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മലയാള പരിഭാഷയാണ് ഈ സത്യവേദ പുസ്തകം എന്നൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ പരിഭാഷപ്പെടുത്തുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ചില അർത്ഥങ്ങളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ ചിലതൊക്കെ പറയുമ്പോൾ നമ്മൾക്കറിയാം മലയാള പദങ്ങളിൽ അങ്ങനെ ഒരു വാക്കില്ല. ഇപ്പം നമ്മൾക്കറിയാം നമ്മൾ അപ്പനെ കണ്ടാലും അമ്മേനെ കണ്ടാലും ആരെ കണ്ടാലും നമ്മൾ എന്താ വിളിക്കുന്നത്, ഇംഗ്ലീഷുകാരെന്താ പറയുന്നത്, യു എന്നാണ് പറയുന്നത് അല്ലേ. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നീ എന്ന് വിളിക്കൂ, ഇല്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കുക. അപ്പോൾ എന്ന് പറയുന്നത് പോലുള്ള ചെറിയ എന്താ പറയുക, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കത്തോലിക്ക ബൈബിളും പെന്തക്കൊസ്ത് ബൈബിളും ഒക്കെ സെയിം തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. കുറച്ച് വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഈ പെന്തക്കൊസ്ത് ബൈബിളിനകത്ത് വിലാപങ്ങൾ എന്ന് പറയുന്ന വിലാപങ്ങളല്ല, സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു ഇതില്ല. അത് കത്തോലിക്ക ബൈബിളിനകത്തുണ്ട്. നമ്മുടെ ഇതിനകത്ത് പെന്തക്കൊസ്തിനകത്ത് അതില്ല. അങ്ങനെ 1-2 ഒക്കെ ഇല്ലാതെ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം എഴുതിയിരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതായത് ചിലപ്പോൾ ഈ നമ്മുടെ പര്യായ പദങ്ങൾ ചേർക്കും. അതായത് നമ്മൾക്കറിയാം ആകാശം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിധാനം എന്നും പറയും അല്ലേ, എന്താ പറയുക, വാനം എന്ന് പറയും എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ പെന്തക്കൊസ്ത് ബൈബിളിൽ ആകാശം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, കത്തോലിക്ക ബൈബിളിൽ ചിലപ്പം വാനം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ചരിത്രം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾക്കറിയാം, നമ്മൾ കണ്ടു ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനുള്ള സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്നാനം എങ്ങനെ ആയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്നാനം അത് ഞാനൊരു റെഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല, നമ്മൾക്ക് ബൈബിളിലൂടെ തന്നെ പോകാമല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണെന്ന് പോലെ നിങ്ങൾക്ക് തോന്നിപ്പോകില്ലേ. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം അപ്പസ്തോല പ്രവർത്തനം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് എന്താ പറയുക, അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പലർക്കും സംശയം വരും, അതെന്താ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് യേശുക്രിസ്തു പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞു, ഇപ്പം ആണ്ട പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു സംശയം എന്താ പറയുക സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പഴയ നിയമത്തിൽ എന്തായിരുന്നു സംഭവിച്ചിരിക്കുന്നത്,
അവർക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു അറിവുമില്ല, അല്ലേ? യേശുക്രിസ്തുവിനെ മരിച്ചു ഉയർത്തു അതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല, യഹൂദന്മാർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇത് അപ്പസ്തോല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 11 ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എവിടെയാണെന്നറിയാം ശുശ്രൂഷ തുടങ്ങിയത്? അവർ ശുശ്രൂഷ തുടങ്ങിയത് യഹൂദന്മാരുടെ ഇടയിലാണ് തുടങ്ങിയത്. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ജാതികളോട് മുഴുവൻ സുവിശേഷം പറയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്തത് എവിടെയാണ്? ഇവരവിടെ തന്നെ, അതായത് ആ പാരമ്പര്യം അവിടെ തന്നെ, അതായത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെയാണ് ഈ അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തനം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇവരതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. അപ്പോൾ ആരോടാ പറയുന്നത്? ഇസ്രായേൽ പുരുഷന്മാരോടാ പറയുന്നത്. അപ്പോൾ അവരോട് പറയാൻ കാരണം എന്താ? അവരോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് പിതാവാം ദൈവത്തെ അറിയാം. ഓക്കെ, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ എവിടെ വരണം? യേശുക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കണം. യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവരോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് മാത്രം പറയുവാൻ ഇടയായി തീർന്നത്. അല്ലാതെ അതാണ് സത്യമെന്നല്ല. അത് ഇസ്രായേൽ പുരുഷന്മാരോട് സംസാരിച്ചതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നാനം കഴിക്കാൻ പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾക്കറിയാം നമ്മുടെ റോമർ 9. ഇപ്പോൾ ഈ റോമൻ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടെ കിടപ്പുണ്ട്. റോമൻസ് 9:9. ഓക്കെ, 9-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതാ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് നമ്മൾ അംഗീകരിക്കണം. യേശുക്രിസ്തുവിനെ ദൈവം ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ചിട്ട് നമ്മളത് ഏറ്റുപറയണം. എന്ത് ഏറ്റുപറയണം? രക്ഷ ഏറ്റുപറയണം. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്, എൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ വാഗൊണ്ട് ഏറ്റുപറയണം. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? രക്ഷ കിട്ടുന്നത്. ആ രക്ഷ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ ഇസ്രായേലായിട്ട് തീരുവാൻ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞു എന്നെ മാമോദിസ മുക്കിയത് എങ്ങനെയായിരുന്നു? ഇതിനകത്ത് അല്ലേ? എൻ്റെ അപ്പനും അമ്മയുമായിട്ട് നിന്ന, അതായത് എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് എനിക്ക് വേണ്ടി എന്ത് പറഞ്ഞത്? വിശ്വാസം ഏറ്റു പറഞ്ഞത്. അങ്ങനെ ചെയ്യാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല, അത് തെറ്റാണ്. കാരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ വിശ്വസിക്കണം, എനിക്ക് വേണ്ടി വേറൊരാൾ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞ്, ഞാൻ വിശ്വസിച്ച് ഞാൻ വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? രക്ഷ കിട്ടുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടി വേറൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ രക്ഷ കിട്ടത്തില്ല. ഇത് കത്തോലിക്ക ബൈബിളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ 2 ബൈബിളും വായിച്ച ആളാണ്. അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലാതെ തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും കയ്യിലല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാനം നമ്മൾക്കറിയാം, പണ്ട് ഞാൻ പറഞ്ഞല്ലോ മാമോദിസ മുക്കിയപ്പോൾ ഇങ്ങനെ 2 വെള്ളം ഇങ്ങനെ കോരി തുടയ്ക്കുക ചെയ്തത്, അല്ല ഇങ്ങനെ തുടയ്ക്കുക ചെയ്തത്. അങ്ങനെയല്ല. യേശുക്രിസ്തു നമ്മൾ കണ്ടു. അതിന് കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. യേശുക്രിസ്തു യോർദാൻ നദിയിൽ മുങ്ങിപ്പൊങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ വെള്ളം കോരി ഒഴിക്കാനല്ല പറഞ്ഞ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മൾ മുങ്ങുമ്പോൾ, അതായത് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോൾ എന്ത് ചെയ്യും? യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. നമ്മളുടെ പഴയ നമ്മൾ മരിച്ചിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ പോലെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേറ്റു ആവും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ മാനസാന്തരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് മാനസാന്തരം ഉണ്ടാകണം. നമ്മളുടെ പാപങ്ങളെക്കുറിച്ചൊക്കെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് മാനസാന്തരം ഉണ്ടായി അതൊക്കെ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയണം. എന്നിട്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ജലത്തിൽ സ്നാനമേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ യേശുക്രിസ്തു ചെയ്തതുപോലെ ക്രൂശിക്കപ്പെട്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ പുറത്തോട്ട് വരുന്നു. പുതിയ സൃഷ്ടിയാകുക എന്ന് വെച്ചാൽ നമ്മൾ എന്തായിത്തീർന്നു? പുതിയ നിയമ ഇസ്രായേലായി ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, എന്താണ് ആദ്യത്തെ പടി? നമ്മളുടെ പാവങ്ങളെക്കുറിച്ചുള്ളൊരു മാനസാന്തരം നമ്മൾക്കുണ്ടാകണം. അതിനുശേഷം നമ്മളത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ച് ക്രൂശീകരണം അംഗീകരിക്കണം. അത് വാഗൊണ്ട് നമ്മൾ രക്ഷകൻ ഏറ്റുപറയണം. അതിനുശേഷം നമ്മൾക്ക് സ്നാനം എങ്ങനെയായിരിക്കണം? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയായിരിക്കണം. ഇത് നമ്മൾക്ക് അറിവുള്ള പ്രായത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എനിക്കത് വിശ്വസിക്കുവാനും ഇതൊക്കെ മനസ്സിലാക്കുവാനും പ്രായം എനിക്കായി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മുടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്യുന്നതല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ തുടക്കം. നമ്മൾക്ക് അറിവുള്ള പ്രായത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് നമ്മൾക്കിതിൻ്റെ ബാലൻസ് നാളെ ചിന്തിക്കാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.